Take him. എന്താണ് എന്റെ പേര്? ഹംസ. ഓഹോ, നീയാണല്ലേ ഇലക്ട്രിക് ഹംസ? അതെ സാർ. എന്താ നിന്നെ തൊട്ട് ഷോക്ക് അടിക്കൂ? കറണ്ട് ഉണ്ടെങ്കിലേ അടിക്കൂ. സാറ് പുതിയ ആളായതുകൊണ്ട് എന്നെ അറിയില്ല. ബാക്കിയുള്ള എല്ലാ ഏമാന്മാരും എന്റെ കമ്പനിയാ. ആ, കേട്ടിട്ടുണ്ട്. ഇത് എന്റെ എത്രാമത്തെ കേസാ? ഇത് 12ാമത്തെ. 12 എന്ന് പറഞ്ഞാൽ ഒരു 14 പ്രാവശ്യം കാണും. ഒന്നുകൂടെ ആലോചിച്ച്. അതായത് ഒരു 17 പ്രാവശ്യം കാണും. എന്റെ ഉമ്മയാണ് സത്യം, അതിൽ കൂടുതൽ ഞാൻ വന്നിട്ടില്ല. എല്ലാം പോക്കറ്റടി തന്നെയല്ലേ? അതെ സാർ. തീരെ ചീപ്പായിട്ടുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. നീ എന്നാ ജയിലിൽ നിന്ന് വന്നത്? ജയിലിൽ നിന്ന് വന്നത് ഇന്ന് രാവിലെ. ആഹാ, അപ്പൊ ഒരു 5-6 മണിക്കൂർ കിട്ടി കാണുമല്ലോ? ഇല്ല സാർ, 3 മണിക്കൂർ കിട്ടി. വീട്ടിൽ പോകാനും കൂടെ പറ്റില്ല. അതിനു മുമ്പ് ഇവര് ഒരു മനുഷ്യത്വം വേണ്ട സാറേ. ശരി, അതിനിടയിൽ എത്ര ഒത്തു അത് പറ. 4 പേഴ്സ്. ഛേ, അത്രേ ഉള്ളൂ സാർ. 3 മണിക്കൂറിലേ കിട്ടിയുള്ളൂ. അതിനിടെ ഇത്ര ഒപ്പിച്ചില്ലേ? പോ. ഇനിയുള്ള വഴി എനിക്കറിയാം. കോടതി വഴി നേരെ ജയിലിലേക്ക്. ആരെങ്കിലും അന്വേഷിച്ചാലേ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പറ്റേ? ശരി. ഹംസേ, നിന്റെ ഏട്ടനെ കണ്ടു. വിശേഷമൊന്നുമില്ല. നടക്കട. നീ എന്ന കാശ് അമ്മയുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടക്കാനല്ലേ പറഞ്ഞത്? നടക്കല്ലേ സാറേ, പിടിച്ച് തള്ളുന്നെന്തിനാ? ഹലോ ഹലോ. നീ ഞാൻ പറഞ്ഞുണ്ട്. തുറക്കണം. ഹലോ. നീ നാളെ വരുള്ളൂന്നല്ലേ പറഞ്ഞത്? ശരിയാടാ, പക്ഷെ ഇവന്മാര് സമ്മതിക്കണ്ടേ? തട്ടയാത്ത എന്താടാ അത്? അവിടെ ആർക്കും സുഖമില്ലെന്ന് തോന്നുന്നു. രാവിലെ ഭയങ്കര ഒച്ചയായിരുന്നു. ആരാ പാർട്ടി? പാർട്ടി നമ്മുടെ ജീവപര്യന്തം. ഓ, ഫിസിക്കലി ഹി ഈസ് ഓൾ റൈറ്റ്. ഐ തിങ്ക് ഇറ്റ് സംതിങ് സൈക്കോളജിക്കൽ. ചില സമയങ്ങളിൽ വലിയ ശബ്ദമാണ്. എന്താണ് പുള്ളി പറയുന്നത്? ഒന്നും വ്യക്തമല്ല. 2 ദിവസം കൂടി കഴിയട്ടെ, കുറവുണ്ടോന്ന് നോക്കാം. ശരി. അടച്ചേക്കൂ സാർ. എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്, എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്. ഞാൻ നിരപരാധിയാണ് സാറ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്. ഞാൻ നിരപരാധിയാണ് സാറ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ് സാറ്. ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ നിരപരാധിയാണ് സാർ. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന
എന്റെ തന്തപ്പടി എന്നെ അറസ്റ്റ് ചെയ്യും. പിന്നാലെ നടക്കുമ്പോ അറിയില്ലായിരുന്നു പോലീസ് കമ്മീഷണറുടെ മോളാണെന്ന്. ഇല്ല, വളച്ചു കഴിഞ്ഞപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. ഛി, ഞാൻ വരട്ടെ. എന്ത് പറ്റി മോനെ? അമ്മ വഴക്ക് പറഞ്ഞോ? പിന്നെ ഇവൻ പിണങ്ങി. ആര്? ഈ കൊരങ്ങൻ. എടാ കൊരങ്ങ, അത്രക്കായോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയല്ലേ? സോറി സാർ. It's all right. ഇതാ എക്സ്പോർട്ടിംഗ് നോട്ട്സിന്റെ ഫയൽ. Take your seat. നോ താങ്ക് യു സാർ. To the managing director, Mrs. Lloyd and Lloyd Company, USA. Sir, I hereby inform you that the goods have been sent for the shipment today. Please confirm the receipt of the same by written telex. Thanking you. Okay. സതിക്ക് എന്തെങ്കിലും പേഴ്സണൽ നെസസിറ്റി ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. രാമേട്ടൻ ചായ കുടിക്കൂ. ആ, സതി ഒരു രണ്ടാം കല്യാണത്തിന് സമ്മതിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊക്കെ ഒരു വിധിയാണ് മീനാക്ഷിയമ്മേ. ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എന്നോട് ചിരിച്ചു വർത്താനം പറഞ്ഞ ആളല്ലേ. ഞാൻ വീടെത്തുന്നതിന് മുമ്പ് ആള് പോയില്ലേ. ഏതായാലും രാമേട്ടൻ തന്നെ നിന്ന് ഇതൊന്ന് നടത്തി തരണം. കുട്ടികളുടെ അച്ഛനില്ല. അതൊക്കെ എന്നോട് പറഞ്ഞു തരണം. ആരെയും വിളിക്കുകയൊന്നും വേണ്ട. നമുക്ക് ചുരുങ്ങിയ തോതിലങ്ങ് നടത്തിക്കളയാം. ആ, നീ ഒന്നുമല്ലേ. ഞങ്ങള് സതിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒന്നും പറയണ്ട, രാമേട്ടൻ എല്ലാം തീരുമാനിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. കല്യാണം നടക്കുന്നു. സതി ചേച്ചിയുടെ വിവാഹം ഉടനെ നടക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് ക്ലീൻ ആയി. ഫിക്സ് ചെയ്തോ? 2 ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യും. ഇത് പിടിച്ചോ. നീ പോലീസ് കമ്മീഷണർ രവീന്ദ്രൻ നായരുടെ മകളാണ്. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ? സർ, അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്നെ എന്തിനാ
എന്തിനാണ് ഇവിടെ വിളിപ്പിച്ചതെന്ന് അറിയാമോ? ഇല്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം. ആരാ? ശാലിനിയുടെ ഡാഡി. ശാലിനി പോലീസ് കമ്മീഷണർ രവീന്ദ്രൻ നായരുടെ ഏക മകളാണെന്ന് നിനക്കറിയാമോ? എന്നെ വിളിച്ചെന്തിനാണെന്ന് പറഞ്ഞാൽ മതി. അതിപ്പോഴും നിനക്ക് മനസ്സിലായില്ലല്ലേ? പറഞ്ഞാലല്ലേ മനസ്സിലാകൂ. പറയാമെന്ന് മനസ്സിലാക്കി തരാം. എന്റെ വീട്ടിൽ വന്നു നിന്ന് എന്നോട് ധിക്കാരം പറയുന്നു. മേലാൽ എന്റെ മകളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ നട്ടൽ ഞാൻ ചവിട്ടി പോകാൻ തന്നെയാണ് വന്നത്. പക്ഷെ കമ്മീഷണർ സാർ ഒന്നോർക്കണം, നിങ്ങൾ വേദനിപ്പിച്ചു വിടുന്നത് ഒരു കൊടിച്ചിപ്പട്ടിയല്ല. നിങ്ങളുടെ ചവിട്ടേൽക്കാനുള്ള ശക്തി എന്നെ നട്ടലിന് സംഭരിച്ച് ഞാൻ തിരിച്ചു വരും. ഇതേ നാണയത്തിൽ തന്നെ അന്ന് ഞാൻ നിങ്ങളോട് പ്രകാരം ചെയ്യും. നിങ്ങൾ ഓർത്തോ? എന്തിനാ മോളെ ചോറ് കൊണ്ടുവന്നത്? ഇന്ന് ശനിയാഴ്ചയല്ലേ, ഉച്ച വരെയല്ലേ ജോലിയുള്ളൂ. ഉച്ച കഴിഞ്ഞ് എനിക്ക് ചന്ദ്രയുടെ വീട് വരെ ഒന്ന് പോണച്ചാ. സന്ധ്യ ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, അല്ലെങ്കിൽ അച്ഛനോട് വരണം. വേണ്ടച്ചാ ഞാൻ വന്നോളാം. വേണ്ടച്ചാ ഞാൻ വന്നോളാം. പോയിക്കോ. സതിക്ക് പോയിട്ട് എടുക്കണ്ടോ? എന്തോ സർ? എനിക്കൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു 5 minutes. ഓക്കെ, പ്ലീസ് കം. സതി ഇരിക്കും, ഞാൻ പോരാ. അയ്യപ്പ ശരണമേ. രാമേട്ടൻ പോയില്ലേ? ഓ ഇല്ല മുതലാളി. പോവായിരുന്നല്ലോ. ഓ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആവും, എന്റെ ഫ്രണ്ട് വരാം. വയ്ക്കും. ഓ ഗൂഗിൾ കൊണ്ട് ഞാൻ ലോക്ക് ചെയ്തോളാം. ശരി 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 മുതലാളി. ഏതായാലും ചോറ് തിന്നിട്ട് പോവാ, വലിയൊരു വിശപ്പും ഇല്ല. Come on, sit down. സാരമില്ല, ഇരിക്കൂ. സതിയുടെ കല്യാണമൊക്കെ ആയെന്ന് കേട്ടല്ലോ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. Respected sir. സതി ഒരു കാര്യം ചെയ്യും, അകത്തെ മുറി പോയി ആ മഞ്ഞ ഫയൽ എടുത്തിട്ടോ. ഒരു പ്രത്യേക കാര്യം പറയാനാണ് സതിയോട് നിൽക്കാൻ പറഞ്ഞത്. പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. ഏതായാലും സതി ഒരു 2ാം വിവാഹം നടത്താൻ പോയല്ലേ. അതിനെ സതി ഒന്ന് മനസ്സ് വെച്ചാൽ എന്റെ ആഗ്രഹം നടക്കും. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ടേക്ക് ഇറ്റ് ഈസി ബേബി. ഏതായാലും സതി സെക്കൻഡ് ഹാൻഡ് അല്ലേ, ഐ മീൻ സെക്കൻഡ് മാരേജ്. ആ നിലയ്ക്ക് എന്നോടൊന്ന് സഹകരിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല. ഡോർ ലോക്ക് ഇറ്റ്. സ്റ്റുപ്പിഡ്. എടി പെണ്ണേ, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയിരിക്കും. ദാറ്റ്സ് പ്രസാദ്. പിന്നെ ഡോർ ലോക്ക് ചെയ്തിട്ട് ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. ഇറ്റ്സ് ഓൾറെഡി ലോക്ക്ഡ്. അരി വാരി തിന്നാതടാ. എന്താ അമ്മമ്മേ? എന്താ മോളെ ഇത്രയും വൈകിയത്? എടാ മോനെ, നിന്റെ അമ്മയ്ക്ക് ഇന്നെന്താ അത്രയും വലിയ ഗൗരവം? ഞാൻ പറയുന്ന അനുസരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? എന്തായാലും അച്ഛനെ എതിർക്കാൻ എനിക്ക് കഴിയില്ല രവി. സമയം എല്ലാം ശരിയാവും. ഒന്നിനെ എന്താ രാമേട്ട? എന്താ എന്താന്ന് പറയൂ, പറയൂ.
സതി ചേച്ചി വന്നോ അമ്മേ? വന്നു. എങ്ങോട്ട് പോയി? അകത്തുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ചേച്ചി, സതി ചേച്ചി, സതി ചേച്ചി, വാതിൽ നോക്കി ചേച്ചി. എന്താ മോനെ? ചേച്ചി, ചേച്ചി വാതിൽ നോക്കൂ.